ഹലോ, നമസ്കാരം. മാതൃഭൂമിയുടെ ഈ അക്ഷരങ്ങളുടെ ഉത്സവത്തിൽ അക്കങ്ങളെ കൂടി ആനയിക്കുകയാണ് നമ്മൾ. അക്കങ്ങളെ ആനയിക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചുള്ള, കേരളത്തിൻ്റെ ഖജനാവിനെ സംബന്ധിച്ചുള്ള അക്കങ്ങൾ അത്രയധികം ഒരു ഫെസ്റ്റിവൽ മൂഡിലല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്, അക്ഷരങ്ങളുടെ ഉത്സവത്തിൻ്റെ ഒരു മൂഡിലാണ്. പക്ഷേ ഈ സംവാദത്തിൻ്റെ കേന്ദ്ര പ്രമേയം തർക്കങ്ങൾക്കപ്പുറമാകണം നമ്മുടെ ഖജനാവ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതിൻ്റെ നാനാവശങ്ങൾ പരിശോധിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ, അതുപോലെ തന്നെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ഫിനാൻസ് ഡൽഹി അവിടുത്തെ പ്രൊഫസറുമായ ഡോക്ടർ ലേഖ ചക്രവർത്തി, ശ്രീ CP ജോൺ എത്തേണ്ടതായിരുന്നു, അദ്ദേഹം എത്തിയില്ല. ഏതായാലും ഈ സംവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം നമ്മുടെ ഖജനാവിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ വേണോ എന്നുള്ള പൊതു ചോദ്യം തന്നെ ഉന്നയിക്കട്ടെ. ശ്രീ ബാലഗോപാൽ, സാധാരണഗതിക്ക് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഡെവല്യൂഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ വരുന്ന ഒരു സ്ഥലം നമ്മുടെ ട്രഷറിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഈ എക്കണോമിക് പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് ഈ തർക്കങ്ങളെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ശ്രീ ബാലഗോപാൽ. ഖജനാവിൻ്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു പ്രദേശത്താണോ അവിടുത്തെ മുഴുവൻ ടാക്സിൻ്റെ വിഷയം അല്ലെങ്കിൽ അവിടുത്തെ മുന്നോട്ട് പോക്കിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അതിനകത്ത് ഇത്തരം ഒരു വേദിയിൽ കേൾക്കുന്ന ആളുകളും കുറച്ച് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇവിടെ ഡോക്ടർ ലേഖ ചക്രവർത്തി ഉൾപ്പെടെ അവർ സാമ്പത്തിക രംഗത്തെ വിദഗ്ധയാണ്. മറ്റുള്ള അതേപോലുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ധനകാര്യ കാര്യങ്ങളിൽ തർക്കം വേണ്ട. പൊതുകാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അർഹമായ പണം ഓരോ പ്രദേശത്തിനും സംസ്ഥാനത്തിനും കിട്ടണമെന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് ആക്സെപ്റ്റഡ് ആയ പ്രിൻസിപ്പിളാണ്. പക്ഷേ ലോകത്താകെ ഈ രാജ്യങ്ങളും നാടുവാഴി പ്രദേശങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയം തൊട്ടേ അതത് സ്ഥലത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ അതിർത്തികൾ പോലും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ഒരു വലിയ നാട്ടുരാജ്യമായിരുന്നു, അല്ലെങ്കിൽ നാട്ടുരാജ്യം എന്നല്ല, ഒരു ആദ്യം വേണാടായിട്ട് തുടങ്ങി സാമാന്യം വലിയൊരു രാജ്യമായി, നാട്ടുരാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു. നമ്മുടെ അതിർത്തി നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും വലിയ മതിൽ കെട്ടി ശത്രുക്കൾ വരുന്ന തരത്തിലുള്ള അതിർത്തികളല്ല കേരളത്തിന്. ഇപ്പോൾ ചൈനീസ് വൻമതിൽ പോലോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യയിലെ പോലെ വലിയ മതിലുകളുള്ള അതിർത്തിയല്ല. പക്ഷേ അതിർത്തി നിർണ്ണയിക്കുന്നത് പലപ്പോഴും ചെക്ക് പോസ്റ്റുകളാണ്. ആലുവാമൊഴി അല്ലെ കറുകുറ്റി, എന്താ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് കയറുമ്പോൾ എൻട്രി ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിലും നാടുവാഴികളുടെ കാലം മുതൽ ഇങ്ങോട്ട് വരുമ്പോഴും രാജ്യത്തെ നടത്താൻ ഭരണാധികാരികൾക്ക് കിട്ടുന്ന വരുമാനം, പിന്നെ പട്ടാളം, മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അതിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സാണ്. അതത് സ്ഥലത്തെ വരുമാനമാണ്. ആ വരുമാനം നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. കേരളത്തിൽ തന്നെ വരുമാനം ചെറിയ രണ്ട് രാജ്യങ്ങളായിരുന്നു. സാമാന്യം വലുതായ തിരുവിതാംകൂറും അതിലും ചെറുതായ കൊച്ചിയും. മലബാർ അതിനപ്പുറത്ത് സാമൂതിരിയുടെ കാലത്തോടുകൂടി സാമൂതിരിയുടെ അവസാന സാമൂതിരിയും പോയി, അല്ലെങ്കിൽ ഇവരുടെ മേധാവിത്വം വന്നതോടുകൂടി അത് മലബാർ പ്രസിഡൻസിയുടെ കീഴ്, മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു, നേരെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഈ മൂന്ന് സ്ഥലത്തുള്ള ഡെവലപ്മെൻറ്റ് നോക്കിയാൽ അറിയാം. തിരുവിതാംകൂറിലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും സോഷ്യൽ വെൽഫെയറിൻ്റെ കാര്യത്തിലും ഉണ്ടായ മുന്നേറ്റം താരതമ്യേന കൊച്ചിയിലുണ്ടായ മുന്നേറ്റം മലബാറിലുണ്ടായില്ല. പഴയ ചരിത്രം നോക്കിക്കോളൂ. എന്താ കാര്യം? ഇതിനകത്ത് കിട്ടുന്ന ടാക്സിനെ കളക്ട് ചെയ്ത് ഈ ഭാഗത്ത് കുറച്ച് ഈ പിന്നെ വൈസ്രോയി വഴിയൊക്കെ കൊടുക്കണമെങ്കിലും അത്യാവശ്യം നല്ലതുപോലെയൊക്കെ ചിലവാക്കാൻ പറ്റി. എന്നാൽ മലബാറിൽ വല്ലാതെ സ്ക്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഞാൻ പറയുന്നത് എന്താണ് ഖജനാവ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാൻ ഇത്തരം ചില പഴയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്താ അതുമായിട്ടുള്ള റിലവൻസ് ഓരോ സ്റ്റേറ്റുകളുടെയും ടാക്സ് ഉണ്ട്. ആ ടാക്സിനകത്ത് GST വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായ അനുഭവമാണ് GST വന്നതിന് ശേഷം. നേരത്തെ ഇവിടെ സെൽ ടാക്സ്, സംസ്ഥാനത്തെ സെൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പോയി നിങ്ങൾ ഒരു സാധനം വാങ്ങുമ്പോൾ 100 രൂപ ടാക്സ് കൊടുത്താൽ 10 രൂപ ടാക്സ് ആണെങ്കിൽ 10 രൂപയും സംസ്ഥാന ഖജനാവ് വരും. ഇപ്പോഴോ ആ പിരിക്കുന്നതിൻ്റെ 5 രൂപ കേന്ദ്രത്തിനും പോവും, 5 രൂപ സംസ്ഥാനത്തിന് വരും. ഈ തരത്തിൽ ടാക്സിൻ്റെ ഏറ്റവും അവസാനം വരെ ഉണ്ടായിരുന്ന റൈറ്റ്
അത് പെട്രോളും മദ്യവും ഒഴിച്ച് ബാക്കി എല്ലാ റേറ്റും ഇപ്പോൾ സെൻട്രൽ പൂളിലായി. അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പ്രശ്നത്തിലാണ് തർക്കം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത്തരം ഒരു വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പോൾ തർക്കമുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണത്തിൻ്റെയാണ്. കേരളത്തിന് കഴിഞ്ഞ റിസർവ് ബാങ്ക് റിപ്പോർട്ടിനകത്ത്, ഏറ്റവും ലാറ്റസ്റ്റ് സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത്, ഇന്ത്യയിലെ ശരാശരി 65 രൂപ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ ആകെ ടാക്സിൽ, ഒരു സ്റ്റേറ്റിനാകെ കിട്ടുന്ന ടാക്സ് ഡെവല്യൂഷൻ എല്ലാം കൂടിയുള്ള ടാക്സിൽ 65 രൂപ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ 35 രൂപ യൂണിയൻ പിരിച്ചിട്ടുള്ള ടാക്സിൽ നിന്നുള്ള വിഹിതം തരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 46% ഒക്കെ വരുമല്ലോ ഞാനീ പറഞ്ഞത്. കേരളത്തിന് ഈ കഴിഞ്ഞ വർഷം കിട്ടിയത് 79 കേരളം ഉണ്ടാക്കി 21 ആണ് ഈ പറഞ്ഞ നമുക്കെല്ലാം കൂടെയുള്ള ഗ്രാൻഡ് ടാക്സും കിട്ടി. എന്നാൽ 70 രൂപ കേന്ദ്രം കൊടുക്കുന്ന സംസ്ഥാനമുണ്ട്. ശരാശരി ഒരു 46 രൂപയാണ് കേന്ദ്രം വിതരണം ചെയ്യുന്നത്. ഇവിടെ തർക്കം ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല, അതേ ഉള്ളതിൻ്റെ കാര്യം. ഇതിന് തർക്കം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൊള്ളാം എന്ന് മാത്രം പറഞ്ഞാൽ ഈ സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റില്ല. അതിനുണ്ടാവേണ്ട തർക്കവും അതിനുണ്ടാവേണ്ട വാദവും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് നന്നായി ഏറ്റവും മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റും അസംബ്ലിയും മറ്റ് വേദികളും ഒക്കെ ഉപയോഗിക്കുന്നത്. ഡോക്ടർ ലേഖ ചക്രവർത്തി കഴിഞ്ഞ ദിവസം ശ്രീ ബാലോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ അനലൈസ് ചെയ്തിട്ട് എഴുതിയൊരു ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സെൻട്രൽ ഡെവല്യൂഷനിൽ വന്ന കുറവ്, ആ കുറവ് ഇനി നികത്താൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഓൾട്ടർനേറ്റീവ്സ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഖജനാവിനെ, ട്രഷറിയെ കുറച്ച് ഭദ്രമായിട്ട്, കുറച്ച് ആരോഗ്യത്തോടുകൂടി നിലനിർത്തണമെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്, ഇമ്മീഡിയറ്റ് മെഷേഴ്സ്? ഓക്കെ, താങ്ക് യു. ഞാൻ ഡെവല്യൂഷനിൽ നിന്ന് തുടങ്ങി അതിലേക്ക് വരാം. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഫിസ്ക്കൽ ട്രാൻസ്ഫേഴ്സിലുള്ള ഒരു അനിശ്ചിതത്വം അത് കേരള ഫൈനാൻസിനെ വളരെ അധികം ബാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ചർച്ചകൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ടാക്സ് എഫർട്ട് വളരെ അധികമുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ ഇതിൽ ഒരു പ്രഥമ ദൃഷ്ടിയ നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടൊരു ഫോർമുല ബേസ്ഡ് ആയിട്ടാണ് ഡെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷനും ഇൻകം ക്രൈറ്റീരിയയും ക്ലൈമറ്റ് ചേഞ്ചും ടാക്സ് എഫർട്ട്, ഇങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സിലൊരു സയൻറ്റിഫിക് ഫോർമുലയിലാണ് ഡെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കാം ഇവിടെ എവിടെയാണ് ഡിസ്ക്രിഷൻ, ബിക്കോസ് ഇറ്റ്സ് ഓൾ സയൻറ്റിഫിക്. പക്ഷേ ഓരോ ഫാക്ടേഴ്സ് തീരുമാനിക്കുന്നതും ആ ഫാക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വെയ്റ്റും അനുസരിച്ചിരിക്കും ഓരോ സംസ്ഥാനത്തിന് കിട്ടുന്ന ഷെയർ. അപ്പോൾ കേരളം വളരുന്നു. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകത്തിന് വളരെയധികം വെയിറ്റേജ്, 45% വെയിറ്റേജ് ആണ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഫിസ്ക്കൽ ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അപ്പം 45% ഇൻകത്തിന് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു പി വിൽ ഗെയിൻ, ബീഹാർ വിൽ ഗെയിൻ, കേരള വിൽ നോട്ട് ഗെറ്റ്. പിന്നെ മറ്റൊന്ന് പോപ്പുലേഷൻ ഓവർ ദ ഇയേഴ്സ് കേരളം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതിനൊക്കെ വളരുന്നത് കൊണ്ട് പീനലൈസ് ചെയ്യപ്പെടുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് പീനലൈസ് ചെയ്യപ്പെടുന്നു. ഇതിനെന്താണൊരു ബദൽ? ഇത് 16th ഫിനാൻസ് കമ്മീഷനോട് സർ പറഞ്ഞതുപോലെ ഈ ബാർഗെയിനിങ് വളരെ അധികം ശക്തമാക്കേണ്ട ഒരു പോയിൻ്റാണ്. കാരണം അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ അവരെടുക്കുന്ന ഫാക്ടേഴ്സും അതിന് കൊടുക്കുന്ന വെയിറ്റേജുമാണ് ഈ ഡെവല്യൂഷനെ ബാധിക്കാൻ പോകുന്നത്. അത് നമ്മളുടെ കേരളത്തിലും മറ്റു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇപ്പോൾ ബാർഗെയിനിങ് വളരെ ഹൈ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 16th ഫിനാൻസ് കമ്മീഷൻ അതൊരു വലിയ ചാലഞ്ചായിരിക്കും. കാരണം എക്സ്പെൻഡിച്ചർ നീഡ്സ്, ഒരു സംസ്ഥാനത്തിൻ്റെ എക്സ്പെൻഡിച്ചർ നീഡ്സും ഫിനാൻസ് കമ്മീഷൻ നമ്മളിലേക്ക് തരുന്ന ആ ഒരു ഡെവല്യൂഷൻ ഫണ്ട്സും ഇത് തമ്മിലുള്ള വിടവ് നികത്തുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസിലൂടെ. അത് നമ്മൾ സാറ്റിസ്ഫാക്ടറി. ഈ 16th ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇടയ്ക്ക്, 16th ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗാരിയാണ് അതിൻ്റെ ചെയർപേഴ്സണായിട്ട് വന്നത്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള മെഷേഴ്സാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു കോമ്പസിഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷനും അവരുടെ കരിയർ തിയറീസും പേഴ്സണൽ ട്രെയ്റ്റ്സും ഡെവല്യൂഷനെ ബാധിക്കും. അത് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഒരാളുടെ ഒരു പേഴ്സണൽ ട്രെയ്റ്റ് അതെങ്ങനെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങളിൽ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ഓൾ ബേസിസ് ഓൺ നമ്മുടെ ബാർഗെയിനിങ് പവർ അനുസരിച്ചിരിക്കും ഈ ട്രാൻസ്ഫേഴ്സ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പോപ്പുലേഷൻ മാത്രം വെച്ച് ഡിവോൾവ് ചെയ്ത പാകിസ്ഥാൻ എന്ത് സംഭവിച്ചു? കാരണം പാകിസ്ഥാൻ വേറെ ഒരു ഇൻഡിക്കേറ്റേഴ്സിലല്ല ഡിവോൾവ് ചെയ്തിരിക്കുന്നത്, പോപ്പുലേഷൻ മാത്രം. 4 പ്രോവിൻസ് ഉള്ള സ്ഥലത്ത് റീജിയണൽ ഡിസ്പാരിറ്റി, സർ വിത്തിൻ കേരളയിലെ റീജിയണൽ ഡിസ്പാരിറ്റിയെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം ഈ സ്പേഷ്യൽ ഇന്നിക്വാളിറ്റി, റീജിയണൽ ഇന്നിക്വാളിറ്റി കൂടുന്ന ഒരു ഫാക്ടറാണ് പോപ്പുലേഷൻ വെച്ച്
മാത്രം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ജനിച്ചു 2 രീതിയിൽ വളർന്നു, പാകിസ്ഥാനും ഇന്ത്യയും. പക്ഷെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്തുന്നത്. അവരെടുത്ത തീരുമാനത്തിൻ്റെ ഒരു അപാകതയുണ്ട്. പോപ്പുലേഷൻ ഇത്രയും വെയിറ്റേജ് കൊടുത്തത് കൊണ്ടാണ് ബലൂചിസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്രയും അധികം ആ ഒരു ഡിസ്പാരിറ്റി വന്നത്. അപ്പോൾ ബദൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണോ? അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഫിഗേഴ്സ് വെക്കാതെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നോക്കി ഡിവോൾവ് ചെയ്യാൻ പറഞ്ഞാൽ കേരളം ഗെയിൻ ചെയ്യുമോ? ഇത്തരത്തിലുള്ള ഡിബേറ്റ്സ് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സിനുള്ള അന്വേഷണം വേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടെ പറയാതെ അത് പൂർണ്ണമാവില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഡൽഹിയിൽ നടന്ന സമരത്തിൽ, അല്ലെങ്കിൽ അവിടെ നടന്ന ആ ഡെമോൺസ്ട്രേഷനിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി, തമിഴ്നാടിന് DMKയുടെ പ്രതിനിധി പളനിവേൽ ത്യാഗരാജനും ഒക്കെ പങ്കെടുത്തു. ഒരു സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ഇത്ര വലിയൊരു തർക്കം, അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ആ തരത്തിൽ തന്നെ പോർട്രേ ചെയ്യാനും ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാനും ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഇവിടെ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഓപ്റ്റിക്സ്, ആ ഓപ്റ്റിക്സ് നോക്കുമ്പം കേരളം കൃത്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം, രാഷ്ട്രീയ താല്പര്യം ഈ ഖജനാവിനെ മുൻനിർത്തി കേരളം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഈ ഖജനാവിൻ്റെ കാര്യത്തിലും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിലും കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ പരസ്പരം എല്ലാവരും നല്ല സഹകരണത്തോടെ പോകുന്ന കാര്യത്തിലും ആ പൊതു താല്പര്യമല്ലാതെ അതിനപ്പുറം ഒരു രാഷ്ട്രീയവും കേരളത്തിനില്ല, കേരളത്തിലെ LDF ഗവൺമെൻറ്റും ഇല്ല. കാരണം ഇന്ത്യ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതും കേന്ദ്ര സംസ്ഥാന ബന്ധം ശക്തമാവേണ്ടതും നമുക്ക് വളരെ വലിയ ഒരു രാജ്യമെന്ന നിലയിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും കിട്ടുന്നത് അതുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് നന്നായി നമുക്കുണ്ട്. പക്ഷേ ഈ കാര്യത്തിനകത്ത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതൊരു നോർത്ത് സൗത്ത് ഡിവൈഡാണ് എന്ന് വരുത്താൻ ഒരു പൊളിറ്റിക്സിനുള്ള ശ്രമം നടത്തി. അത് സാധാരണഗതി കേന്ദ്ര ഗവൺമെൻറ് ഇതിനൊരു ന്യായം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആദ്യം ഇതിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനൊരു ചർച്ച നടത്താൻ ശ്രമിച്ചു. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ഡൽഹി നടന്ന പരിപാടിയോടുകൂടി ഇത് നോർത്ത് സൗത്ത് ഒന്നും അല്ല. അതിനകത്ത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള മുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്നത് വളരെ കൃത്യമായി നടപ്പിലായൊരു പരിപാടിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു റെസ്പോൺസായിരുന്നു. ഞങ്ങൾ ഈ ഒരു പരിപാടി ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ കേരളത്തിലാകെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആദ്യം ഇത് പറയുന്ന സമയത്ത് ഇതൊന്നുമില്ല, ഒരു കാര്യവുമില്ല, ഇങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല, ചുമ്മാതെ പറയുകയാണ്, എല്ലാം കൃത്യമായി തീരുമാനിച്ച് കൊടുത്തിട്ടില്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോന്നും എടുത്ത് ഓരോ കണക്കും എടുത്ത് പറഞ്ഞ് ഇന്നിപ്പോൾ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിലെല്ലാം ഇങ്ങനെ കിട്ടാനുള്ളത് നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം 57,000-ലധികം കോടി രൂപ സാധാരണഗതിയിൽ കിട്ടേണ്ട ഡെവല്യൂഷൻ കൃത്യമായി നടക്കുകയാണെങ്കിൽ കിട്ടേണ്ടതെന്നൊരു കണക്ക്, അതൊരു നോഷണലായ കണക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പലതും അവിടുന്ന് കിട്ടാത്തതുണ്ട്. ഇപ്പോൾ ഇന്ന് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹിയിലെ കേസുകളുടെ കാര്യം. ഇന്നലെയൊക്കെ കേസിൻ്റെ ഉണ്ട്. ആദ്യം പറഞ്ഞിരുന്നതിൻ്റെ അത്രയും വലിയ വാദമുഖമല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. ഇതൊരു പോളിസി ഇഷ്യൂ ആണ്, അതുകൊണ്ട് കോടതി ഇടപെടരുതെന്നാണ്. പണ്ട് നമ്മളൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഈ പോളണ്ടിൻ്റെ കാര്യം പറയരുതെന്ന് സിനിമയിൽ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലുള്ള പോളണ്ടിൻ്റെ കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പോളിസി കാര്യമാണെന്ന് കോടതിയിൽ ഇന്നലെ പറഞ്ഞു എന്നാണ് ഇന്ന് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യം. പക്ഷേ കോടതിയിൽ വന്ന ആ തർക്കം അത് റിപ്പോർട്ട്സിൽ തന്നെ ഉണ്ട്. അതായത് വളരെയധികം ഡെറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 2000 മുതൽക്ക് അല്ലെങ്കിൽ 97-98 മുതൽക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത് വളരെ കൂടുതലാവുകയും അത് ഇൻ്റർനാഷണൽ ലെവലിൽ രാജ്യത്തിൻ്റെ തന്നെ കേരളം, പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റുകൾ, അങ്ങനെയൊക്കെ ഒരു പ്രൊജക്ഷനാണ് ഇന്നലെ സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് രേഖകൾ നോക്കിയാൽ അവർ പറയുന്നത് എത്ര ബാലിശമാണെന്നുള്ള അതിൽ തന്നെ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെയും ബഡ്ജറ്റിൻ്റെ ഡേറ്റ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ അവരുടെ ബഡ്ജറ്റ്, കേന്ദ്ര ഗവൺമെൻറ് അവരുടെ എന്നല്ല നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എൻ്റെ ഓർമ്മ 48 ലക്ഷം കോടിയാണ്. ചെറിയ അക്കങ്ങളുടെ വ്യത്യാസമാണ്, 47.75 48 ലക്ഷം കോടി രൂപയാണ്. ആകെ ബോറോയിങ് 17 ലക്ഷം കോടിയാണ്. ഏകദേശം 36% ബോറോയിങ്, പെർ ഇയർ ബോറോയിങ് ആണ് ഞാൻ പറയുന്നത്. ആകെ 48 ലക്ഷം കോടി രൂപ ചിലവാക്കുമ്പോൾ അതിൽ പലിശ എത്രയാണെന്നറിയോ? 12 ലക്ഷം കോടി. കറക്റ്റ്, എന്തായാലും തെറ്റോടൊക്കെ 12, ഇതിനകത്ത് ചെറിയ വ്യത്യാസം. 12 ലക്ഷം കോടി എന്നാൽ 25% ആണ്. ആകെ 100 രൂപ കിട്ടുന്നതിൽ 36 രൂപയും കടം മേടിച്ചതാണ്. ആകെ ചിലവാക്കുന്നതിൽ 100 രൂപയിൽ 25 രൂപയും പലിശയും കൊടുക്കുകയാണ്.
ഇതാണ് കേന്ദ്രത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. എന്നിട്ട് അവർക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ വർഷം 6.4 പറഞ്ഞ് 6.1 ആകെ GDP-യുടെ 6.1 ഉണ്ട്. ഈ വർഷം അത് 5.8 ആകുമെന്ന് പറയുന്നു. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും 5.4 ആക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആകെ GDP-യുടെയാണ്. ഇന്ത്യയിൽ സ്റ്റേറ്റിനും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും സ്റ്റേറ്റിനും യൂണിയനും പറഞ്ഞിരിക്കുന്ന FRBM ആക്ടിൻ്റെ പോളിസി അനുസരിച്ച് 3% ആവുള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് യൂണിയൻ ഗവൺമെൻറ്റിന് 6.1 ഉണ്ട്. കേരളത്തിന് എത്ര കഴിഞ്ഞ വർഷം 2.5 ഉള്ളൂ. ഞങ്ങളങ്ങ് 2.5 ആക്കിയതല്ല, മുമ്പെടുത്ത കടം കൂടി വെട്ടിക്കുറച്ചതുകൊണ്ട് അത്ര എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 3% എടുക്കാതെ പറ്റില്ല. കഴിഞ്ഞ വർഷം 2.5 ആണ്. ഇത് അവർ പ്രസിദ്ധീകരിച്ച കണക്കിലും ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലും റിസർവ് ബാങ്ക് ഡേറ്റയിലും ഉണ്ട് 2.5. ഈ വർഷം ഇലക്ട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഒരു 0.5 ഉണ്ട്. അതോടെ ചേർന്നാലും നമുക്ക് 3.4 വരുമെന്നാണ് കണക്ക്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ 2.5 ആണ് കേരളം എടുത്തത്. അപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് 6.1 ഒക്കെ ഉള്ളത് എന്നുള്ളത് കാണണം. അപ്പോൾ ഏതാ ഈ 6 ആണോ വലുത് 2.5 ആണോ വലുത്? അപ്പോൾ ഇത് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ കോടതി കൊടുത്താലും കാണില്ല. രണ്ടാമത്തെ കാര്യം, ആകെ വരുന്ന ബോറോയിങ്ങിൻ്റെ കാര്യം എടുത്താലും നമുക്ക് കോവിഡ് സമയത്ത് നല്ലൊരു ജമ്പ് വന്നായിരുന്നു. എല്ലാ സ്റ്റേറ്റിനും ജമ്പ് ചെയ്തു. 5% വരെ വാർഷികമായിട്ട് എടുക്കാൻ സമ്മതിച്ചു. 38 അടുത്തേക്ക് എത്തി. കാരണം കോവിഡ് സമയത്ത് ആളുകൾ ജീവിക്കണമെങ്കിൽ അന്നേരം ഈ റേഷ്യോ നോക്കിയാൽ പോരാ, ആൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും നന്നായി ലോകത്ത് തന്നെ എടുത്തു പറയുന്ന തരത്തിലേക്ക് നമ്മളെപ്പറ്റി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 34% കുറഞ്ഞു. ഞാൻ പറഞ്ഞത് 3 വർഷം കൊണ്ടാണ്. 1% എന്നൊക്കെ പറഞ്ഞാൽ 10,000 കോടിയാണെന്ന് മനസ്സിലാക്കണം. 34 വന്നിട്ടുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച്. അപ്പോൾ ഫൈനാൻഷ്യൽ കൺസോളിഡേഷൻ വളരെ മെച്ചമാണെന്ന് കേന്ദ്ര യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ കണക്കിൽ 5 മെച്ചപ്പെട്ട ഫൈനാൻഷ്യൽ കൺസോളിഡേഷനുള്ള സ്റ്റേറ്റിലൊന്നാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഈ വലിയ കുറവുണ്ടായെങ്കിലും നമ്മൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 30,000 കോടിയിലധികം ആകെ കേരളത്തിൻ്റെ 1957 ഗവൺമെൻറ് മുതൽ 2021 മാർച്ച് വരെയുള്ള ടോട്ടൽ ടാക്സ് ഓരോ വർഷം വർദ്ധിച്ചു വന്നിട്ട് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ 47,000 കോടിയായിരുന്നു. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അത് 30,000 കോടി അധികം വന്നു. ഇപ്പം 72,000 ഇപ്പം 72,000 പോകും എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നത് ഡബിൾ ആവുമെന്ന്. സാധാരണഗതിയിൽ അങ്ങനെ ആവാറില്ല. അപ്പം അത് ടാക്സ് ഒന്നും കൂട്ടിയിട്ടല്ല, ആക്ടിവിറ്റി കൂട്ടിയും കളക്ട് ചെയ്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഫിസിക്കൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിൽ അത്രയും മെച്ചമായിട്ട് വരുന്നുണ്ടെന്ന് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിലും ഇതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് നല്ലതാണോ ചീത്തയാണോ നോക്കുന്നത്? അതുകൂടെ പറയും. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 24ഓളം ഇനങ്ങളിൽ കേരളത്തിന് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഞാൻ പറയേണ്ടതില്ല. 0.48% ഉള്ളൂ പോവർട്ടി. ഇന്ത്യയിൽ ശരാശരി 30 അതിൽ കൂടുതലൊക്കെയാണ്. അത് 50% ഉള്ള സ്റ്റേറ്റ് ഉണ്ട്. 0.48 200 പേരിൽ നിന്ന് എടുത്താലേ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരാളെ കണ്ടിട്ടു എന്ന് പറയുന്ന സ്ഥിതി. എനിക്കൊരു അനുഭവം കൂടെ ഉള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്നോട് ഈ GST കൗൺസിലിൽ ഞങ്ങൾ 3 മാസത്തിലേക്ക് കമ്മിറ്റി കൂടാൻ പോകുമ്പം മന്ത്രിമാരെല്ലാം വരാറുണ്ടല്ലോ. അതിനകത്ത് ഒരു ധനകാര്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് I have 27,000 crores as surplus in my treasury. പക്ഷേ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ആദിവാസി മേഖലയിൽ വരൾച്ചയും പട്ടിണി മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയുള്ള സർപ്ലസ് അക്കൗണ്ട് ഉള്ളത് കൊണ്ടല്ല കാര്യം. ഇവിടെ ലോകത്തെ ഏതൊരു രാജ്യവുമായി നിങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യവുമായി നിങ്ങൾ ജനറൽ ആയിട്ടുള്ള നമ്മുടെ പൊതു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് കേരളം എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അപകടത്തിലാവുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലതാനും. അതിനകത്ത് 100% ഉറപ്പാണ്. ഞങ്ങൾക്കറിയാം 100% നമ്മൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു സാമ്പത്തിക സ്ഥിതി ഇല്ല. ഡോക്ടർ ലേഖ, ഈ 57,400 കോടി രൂപ ഇമ്മീഡിയറ്റ് റവന്യൂ ഷോർട്ട്ഫാള് സർക്കാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബജറ്റ് ഡോക്യുമെൻറ്റ്സിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചു. അതിൽ പ്രധാനം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, അതുപോലെ തന്നെ സെൻട്രൽ ട്രാൻസ്ഫറിൽ വന്ന കുറവ്, അതുപോലെ തന്നെ ഇങ്ങനെ 2-3 ഇനങ്ങളിൽ ഇത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പബ്ലിക് അക്കൗണ്ട് ഇത് ആൻറ്റിസിപ്പേറ്റഡ് ആകാമായിരുന്നു. ഇതിന് പകരം ഗവൺമെൻറ്റിന് റിസോഴ്സ് കണ്ടെത്താമായിരുന്നു. ഏതെല്ലാം വഴി? ഒന്ന്, GST മൊബിലൈസേഷൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 18,000 കോടി രൂപ ഉണ്ടാക്കാമായിരുന്നു. 2, ഗോൾഡിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി കണക്കുകൾ നിരത്തിക്കൊണ്ട് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റൊന്ന്, അബ്കാരി മേഖലയിൽ നിന്നുള്ള ടേൺ ഓവർ ടാക്സിൻ്റെ കാര്യത്തിൽ. അപ്പം ഇത്തരത്തിലുള്ള റവന്യൂ സോഴ്സസ് ടാപ്പ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അസംബ്ലിയിൽ
പിന്നെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം എടുത്തപ്പോഴും പിന്നീട് നടന്ന ഡിസ്കഷൻസിലും ഒക്കെ വന്നത്. ഒരു സാമ്പത്തിക വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് ഇതിനെ എങ്ങനെ കാണുന്നു? ഓക്കെ, ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ CAG കണക്കുകൾ എടുക്കാം. CAG കണക്കുകൾ അപ് ടു ഡിസംബർ 2023 GST കളക്ഷൻസിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തതും കളക്ട് ചെയ്തതും റെക്കോർഡ് രീതിയിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടാക്സ് എഫേർട്ട് വന്നില്ല എന്നുള്ള ന്യായം CAG കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് റെക്കോർഡ് കളക്ഷൻസ് GSTക്ക് ഉണ്ട്. 2, സെക്ഷൻ 4 FRBത്തിൻ്റെ സെക്ഷൻ 4 പ്രകാരം ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് സർ പറഞ്ഞതുപോലെ ഡെറ്റ് ആൻഡ് ഡെഫിസിറ്റ്സ് നിശ്ചിതപ്പെട്ടിരിക്കുകയാണ്, ത്രെഷോൾഡായിട്ട് നിശ്ചിതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ FRBM കടന്നുകൊണ്ട് ക്യാപെക്സ് ഫോർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഫോർമേഷൻ എങ്ങനെ ഊന്നൽ നൽകാമെന്ന് സെൻറ്ററും സ്റ്റേറ്റും ഒരുമിച്ച് ചിന്തിച്ചു. കിഫ്ബി മാത്രമല്ല, കിഫ്ബി മോഡൽ എന്ന് പറയുന്നതോ ക്യാപെക്സ് ഫോർമേഷൻ ഊന്നൽ നൽകുന്നതോ കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും സെൻറ്ററിനും ഓഫ് ബജറ്റ് ബോറോയിങ്സ് ഉണ്ട്. അത് കേരളത്തിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കിഫ്ബി കേരള മോഡൽ മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം OBBയുടെ കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെൻറ്ററിനുമുണ്ട്. സെൻറ്റർ ബജറ്റ് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് ഈ ഓഫ് ബജറ്റ് ബോറോയിങ്സ് വിതിൻ ദ ബജറ്റ് കണക്കുകളിലേക്ക് കൊണ്ടുവരണമെന്നൊരു തീരുമാനമെടുത്തു. അത് ഇൻ റിട്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഒരു വാദം ഉന്നയിച്ചപ്പോൾ സ്റ്റേറ്റിന് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. മോട്ടോർ വെഹിക്കിൾ ടാക്സസുമായിട്ട് ലിങ്ക് ചെയ്തതുകൊണ്ടല്ലേ ഈ പ്രോബ്ലം വന്നത്? നോ അതിനേക്കാളും ഉപരിയാണ് ഇത്. കാരണം ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സെക്ഷൻ 4 ഓഫ് FRBM ആക്ട് അതിലെ ത്രെഷോൾഡ് റേഷ്യോസ് 3 എന്ന് നിശ്ചിതപ്പെട്ടിരുന്നു. ഇപ്പോൾ സർ പറഞ്ഞതുപോലെ 3.5 0.5 പവർ സെക്ടർ റിഫോംസിന് പോയി കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രാ ബോറോയിങ് സ്പേസ് കേരളത്തിന് കിട്ടും. പക്ഷേ ഇൻ റിട്രോസ്പെക്റ്റ് ഒരു ഇരുട്ടടി ആയിപ്പോയി. അത് ഒരിക്കലും ഒരു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഫിസിക്കൽ സ്പേസിനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇൻ റിട്രോസ്പെക്റ്റ് പെട്ടെന്നൊരു തീരുമാനം വന്നത്. ബജറ്റ് ട്രാൻസ്പെറൻസിയാണ് ലക്ഷ്യമെങ്കിൽ അതിനൊരു വേറൊരു രീതിയിൽ റൂൾ കൊണ്ടുവരേണ്ടിയിരുന്നു. അത് ഫിസിക്കൽ സ്പേസിനെ ബാധിച്ചു. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ആ സെക്ഷൻ 4 ഓഫ് ദറ്റ് അമെൻമെൻറ്റ് അതിന് പോകേണ്ടി വന്നത്. ഡോക്ടർ KP കണ്ണനെ പോലുള്ള എക്കണോമിസ്റ്റ് പറഞ്ഞത് 1% നിങ്ങൾക്ക് GST അത് 4% വരെ ആവാമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 1% എന്ന് പറഞ്ഞാൽ അറൗണ്ട് 12,000 crores വരും. അപ്പം അത്ര തുക, അതായത് അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു 27,000 crores-ഓളം റുപ്പീസ് അൺടാപ്ഡ് ആയിട്ട് ഉണ്ട് GST മൊബിലൈസേഷൻ എഫേർട്ടിൽ മിസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണോ? അത് ഫിസിക്കൽ മാർക്സ്മാൻഷിപ്പിൻ്റെ ചോദ്യം. നമ്മൾ മോഡൽസ് അനുസരിച്ച് എത്രത്തോളം ടാക്സ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു, എത്രത്തോളം കളക്ട് ചെയ്യുന്നു, ആ മോഡൽ സബ് ഒപ്റ്റിമലായിട്ടാണ് സെൻറ്റർ തീരുമാനിക്കുന്നത്. സെൻറ്ററിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും അവർ BE ബജറ്റ് എസ്റ്റിമേറ്റിൽ കാണിക്കാറില്ല. അവർ സബ് ഒപ്റ്റിമലായിട്ട് ഇത്രയും പറ്റൂ എന്ന് പറയും. RE ഫിഗേഴ്സ് വരുമ്പോൾ അത് അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഒരു മാർക്സ്മാൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഒരു ഓണസ്റ്റായിട്ട് നമ്മൾ ഇത്രയും ട്രൈ ചെയ്യും എന്നൊരു ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ട് അത്രയിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു മോഡൽ. ഒരു ഫിനാൻസ് മിനിസ്റ്റർ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും പറ്റൂ, സബ് ഒപ്റ്റിമലായിട്ട് തീരുമാനിച്ചിട്ട് ഒരുപാട്. സോ ഇതിലേത് വിശ്വസിക്കണം? സെൻറ്റർ മോഡൽ വിശ്വസിക്കണോ, സ്റ്റേറ്റ്സ് ഞങ്ങൾ ഇത്രയും ട്രൈ ചെയ്യും എന്ന് പറയുന്ന മാർക്സ്മാൻഷിപ്പ് വിശ്വസിക്കണോ? ഈ മോഡൽസിലെല്ലാം ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ബോട്ടം ലെവലാണ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത് ചില സമയത്തെങ്കിലും. റിയലിസ്റ്റിക് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്, അത് മോഡൽസും അസംഷൻസും ഒക്കെ അതിനെ ബാധിക്കും. ഈ മുമ്പൊക്കെ നമ്മൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പം ഈ ഞായറാഴ്ചകളിൽ സാധാരണഗതിക്ക് നമുക്ക് വാർത്തയില്ലാത്തപ്പം എഴുതാൻ പറ്റുന്നൊരു വാർത്തയായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ഒരു വാർത്തയില്ലെങ്കിൽ അന്നത്തെ എക്സ്ക്ലൂസീവ് വാർത്ത കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതിന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ പബ്ലിക് ഡെറ്റാണ്. ഡെറ്റ് നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്. ഡെറ്റ് എപ്പോഴും GSTP ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ലിമിറ്റ് ചെയ്തതാണ്, അതിൻ്റെ അകത്തുനിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അങ്ങനെ പക്ഷേ ഇപ്പോഴും കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഒരുപക്ഷെ ഇന്ത്യയിൽ ടോപ്പ് 10-ൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഡെറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും? ഞാനിത് ചോദിക്കാൻ കാരണം നമ്മളിതിൻ്റെ ബജറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പം ഡെറ്റ് സർവീസിങ്ങിന് അതിഭീമമായ തുകയാണ് നമ്മൾ ഓരോ വർഷവും നൽകേണ്ടി വരുന്നത്. നമ്മൾ ഒരു എസ്റ്റിമേറ്റിലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഒരു സമയത്തും. ഞാനത് മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഫിനാൻസ് മിനിസ്റ്റർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. മിനിസ്റ്റർ, ഈ ഡെറ്റ് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ ഒരു കണക്കനുസരിച്ച്, പദ്ധതി അനുസരിച്ച് ഓരോ വർഷവും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതടയ്ക്കുകയും പലിശ അടയ്ക്കുകയും ചെയ്യുന്നതിനുള്ള കൃത്യമായ കണക്ക് വെച്ച് തന്നെ പോകുന്നതിന് ഇപ്പോൾ നമുക്ക്
മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. മറ്റ് കാര്യങ്ങൾ അതിലുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളാണ്. ഇവർക്ക് ധനകാര്യ രംഗത്ത് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരാണല്ലോ ഇവരൊക്കെ, അധ്യാപകർ എന്ന നിലയിലും ഗവേഷകർ എന്ന നിലയിലും. ചെയ്യാൻ കഴിയുന്ന അത്തരം മോഡലുകളിൽ ഒന്നാണ് ഈ പല കാര്യങ്ങൾ ചെയ്യുന്നതിന്. എക്കണോമിക് ആക്ടിവിറ്റി സജീവമാകുക എന്നുള്ളതും കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുക, കൂടുതൽ സ്പെൻഡിങ് വരിക, അതാണ് ഏറ്റവും ആവശ്യം. ഇപ്പം തന്നെ ചെറിയൊരു റിസഷൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ എടുത്താൽ ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ട്. എല്ലാ മേഖലയും അറിയാം, വ്യവസായങ്ങൾക്കും ഒക്കെ അറിയാം. സിമൻറ്റ് പോലെയുള്ള സാധനങ്ങളുടെയൊക്കെ വില 10-100 രൂപ ഒരു ചാക്കിന് കുറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ സ്പെൻഡിങ് വേണം. ആ സ്പെൻഡിങ് വേണം, കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം, കൂടുതൽ ആക്ടിവിറ്റി വേണം, അങ്ങനെ വരുമാനം ഉണ്ടാവണം. ഇത് ചെയ്യുന്നതിന് ആണ് നമ്മൾ ഈ ഡെറ്റിനെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1.5 ലക്ഷം കോടി രൂപയുടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ GSDP വർദ്ധിച്ചിട്ടുണ്ട്. 13 ലക്ഷം കോടിയിലേക്കാണ് ഇപ്പം പ്രൊജക്റ്റ് ചെയ്യുന്ന. അടുത്തത് 13 ലക്ഷം കോടി വരും. ഒരു ശരാശരി 12% ഗ്രോത്ത് ഉണ്ട്. അതിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന തരത്തിലേ ഉള്ളൂ. അതിനപ്പുറം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും ലിക്വിഡിറ്റി ഇഷ്യൂ കൂടി വരുന്നുണ്ട് ഇതിന് കൂടെ. ലിക്വിഡിറ്റി ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെൻഷൻ കമ്പനി പോലുള്ള കമ്പനികൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കേസ് പോയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടാനുള്ള പണം പോലും അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നില്ല. ഇപ്പം ഈ ബോറോയിങ്, റീപ്ലേസ്മെൻറ്റ് ബോറോയിങ് ഉണ്ട്. പണം 2000 കോടി അടച്ചു തീർത്താൽ, ബോറോയിങ്ങിൻ്റെ കണക്കിൽപ്പെട്ടത് അടച്ചു തീർത്താൽ അതിന് പകരം വേറെ 2000 തരണം. ഇതുപോലുള്ളത് കിട്ടുന്നില്ല. ട്രഷറിയിൽ അവർ കണക്കെടുത്തിട്ടുണ്ട്, പബ്ലിക് അക്കൗണ്ടിൽ നിങ്ങൾ 13,000 കോടി ഒരു വർഷം എടുക്കും. യഥാർത്ഥത്തിൽ ഈ വർഷം 6,000 കോടി എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 9,000 കോടിയേ എടുത്തുള്ളൂ. AGയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്നാലും ആ പണം തരുന്നില്ല. അപ്പോൾ ഈ ലിക്വിഡിറ്റി പ്രശ്നം വന്നു. അന്നേരം ഇന്നലെ പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തായാലും അത്യാവശ്യം കൊടുക്കാനുള്ള 2 പെൻഷനെങ്കിലും കൊടുക്കാൻ എന്താ അല്ലെ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ഈ പണം കിട്ടാനുള്ളത് നമുക്ക് കിട്ടാനുണ്ടെന്നറിയാം, കണക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലും ലിക്വിഡിറ്റി ഇഷ്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തരുന്നില്ല. നേരത്തെ പെൻഷൻ കമ്പനിയിൽ നമ്മൾ പണം എടുത്താൽ ഈ ബാക്കി പണം വരുമ്പോൾ അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ പലിശ മാത്രം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളെയും കട്ട് ചെയ്യുന്ന സ്ഥിതി വന്നു. അത് കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ലേഖയ്ക്കൊക്കെ അറിയായിരിക്കും. ഇന്ത്യയുടെ ആകെയുള്ള ഡെറ്റ് സംബന്ധിച്ചാണ് നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ വളരെ കൺസേൺഡ് അല്ലേ? അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലും അതാ, ഇന്ത്യയുടെ ആകെ ഡെറ്റ് സംബന്ധിച്ച്. അതിനകത്ത് എനിക്കൊന്ന് ഈവൻ സ്വകാര്യ മേഖലയുടെ ഡെറ്റൂടെ ചേർത്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് സ്പീച്ചിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഈ വർഷം ഇത്രയും കുറയ്ക്കും ഡെറ്റ്. അങ്ങനെ വരുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക്, കോർപ്പറേറ്റ് മേഖലയ്ക്ക് ആ ഡെറ്റൂടെ എടുക്കാം എന്ന് അവർ പറഞ്ഞു. അതൊരു ഇൻ്റർനാഷണലായിട്ട് വരും, അതുകൊണ്ടൊന്ന് വിശദീകരിക്കുന്നത് നന്നാവും. അപ്പോൾ ഇവിടുത്തെ ഡെറ്റ് കുറയ്ക്കുന്നത്, ഗവൺമെൻറ്റുകളുടെ ഡെറ്റ് കുറയ്ക്കുന്നത് ഇൻ്റർനാഷണൽ റാങ്കിങ്ങിനകത്ത് ഈ റേറ്റിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. അപ്പോൾ വല്ലാതെ ഇവിടെ കുറയ്ക്കുക, ആ മേഖലയ്ക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. ഇന്ത്യയുടെ ആകെ ബോറോയിങ്ങിൻ്റെ പരിധി ഈ കുറയ്ക്കാൻ, അതൊരു വഴി ഗവൺമെൻറ്റുകളെ ആകെ ചെറുതാക്കുകയും സ്ക്യൂസ് ചെയ്യുകയും ഗവൺമെൻറ്റുകളുടെ ഫംഗ്ഷനെ ബാധിക്കുകയും ചെയ്യും. അതൊന്ന് വിശദീകരിക്കുന്നത് നന്നാവും. ഇപ്പോഴത്തെ ബഡ്ജറ്റ് സ്പീച്ച് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഇതായിരുന്നു, ഞങ്ങൾ ഈ ബോറോയിങ് കുറയ്ക്കുമ്പോൾ ഇത്രയും സ്പേസ് കൂടി പ്രൈവറ്റ് സെക്ടറിന് കിട്ടും. പൊതുകടം, പബ്ലിക് ഡെറ്റ് കൂടിയാൽ അല്ലെങ്കിൽ ഡെഫിസിറ്റ് കൂടിയാൽ അതിൻ്റെ മാക്രോ ഇക്കണോമിക് കോൺസിക്വൻസസ് എന്താണ്? ഒരു ലോണബിൾ മാർക്കറ്റിൽ നിന്ന് ഗവൺമെൻറ് ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പ്രീഎം ചെയ്തുകൊണ്ട് പോകുമ്പോൾ കോർപ്പറേറ്റ് സെക്ടറിന് ഉള്ള തുക കുറയുന്നു. ബിക്കോസ് ദേ ആർ പ്രീഎംപ്റ്റിംഗ് ടു ഫിനാൻസ് ദ ഡെഫിസിറ്റ്. സോ വാട്ട് ഈസ് അവൈലബിൾ ടു ദ കോർപ്പറേറ്റ് സെക്ടർ കുറയുന്നു. അപ്പോൾ ഇതിനെ ക്രൗഡിങ് ഔട്ട്, അതാണ് സർ സൂചിപ്പിച്ചത്, അതൊരു ക്രൗഡിങ് ഔട്ടിലേക്ക് പോകുന്നു. സോ നമ്മുടെ ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വന്നാൽ അത് ക്രൗഡ് ഔട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ എംപിരിക്കൽ എവിഡൻസ് കാണിക്കുന്നത് ഫിനാൻസ് ചെയ്യാനായിട്ട്, ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ലോണബിൾ ഫണ്ട്സ്, ആ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന കാശ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് പോകുന്നതെങ്കിൽ പ്രൈവറ്റ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൗഡ് ഇൻ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഹൈ ഡെറ്റും ഹൈ ഡെഫിസിറ്റും ഗുഡ് ആണ്, പക്ഷേ അത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ലിങ്ക് ചെയ്യുക എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ അതിൻ്റെ ഇടയ്ക്ക്. അതായത് ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. ഇപ്പം ഈ ബജറ്റിൽ വിഴിഞ്ഞം ഹബ്ബായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സോൺ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് കൊടുക്കേണ്ട കേന്ദ്രങ്ങൾ, അതുപോലെ ഒരുപാട് ITES ആയിട്ടുള്ള ഒരുപാട് മേഖലയിലുള്ള, പ്രത്യേകിച്ചും പുതിയ മേഖലയിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രൈവറ്റ് സെക്ടറാണ് നോർമലി ചെയ്യുക സാധാരണഗതിക്ക്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കിഫ്ബി പോലെ, കിഫ്ബി നേരത്തെ വെൽ ആൻഡ് ഗുഡ്, അതിന് ഒരു തർക്കവുമില്ല, നല്ല സ്കൂൾസും നല്ല വിദ്യാലയങ്ങൾ, നല്ല ഗവൺമെൻറ് സേവനങ്ങൾ, അതൊക്കെ എഗ്രീഡ്. പക്ഷേ അതിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതല്ലേ? കാരണം
ഒരു അസറ്റ് മേക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് തന്നെ വളരെ വേഗം, പ്രത്യേകിച്ചും നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ രീതിയിലേക്ക് കിഫ്ബിയെ പോലുള്ള ഏജൻസികളെ ഒന്ന് റീവർക്ക് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുന്ന രീതിയെക്കുറിച്ച് എന്ത് പറയുന്നു? ഓക്കെ, കിഫ്ബിയെ കുറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിതമായൊരു മോഡലിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് ലണ്ടൻ മാർക്കറ്റിൽ പോയി ലോൺ എടുത്തു, എന്തുകൊണ്ട് ഹൈ ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തു, അതിന് ഉത്തരം പറയേണ്ടത് 2 രീതിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കേണ്ടത്. ഒന്ന് മസാല ബോൺസ്, പിന്നെ ചൈനയ്ക്ക് ഡിംസും ബോൺസ്, അങ്ങനെ റുപ്പി ഡിനോമിനേറ്റഡ് ബോൺസ് ഉണ്ട്. മറ്റേത് ഡോളർ ഡിനോമിനേറ്റഡ് ബോൺസ്. കേരളം റുപ്പി ഡിനോമിനേറ്റഡ് ബോൺസിലാണ് എടുത്തിരിക്കുന്നത്, ഡോളർ ഡിനോമിനേറ്റഡ് അല്ല. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളൊരു വാദം അവിടെ തകർന്നു. പക്ഷേ ഇൻ ഫ്യൂച്ചർ എക്സ്റ്റേണൽ ഫിനാൻസിങ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞപ്പോൾ ആ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക്കിൽ എടുത്തൊരു തീരുമാനം അതൊരു കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് തീരുമാനമായിരുന്നു. പക്ഷേ ഇൻ ദ ലോങ് റൺ നമ്മൾ ഡൊമസ്റ്റിക് ഫിനാൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കേരളം ഒരു ശ്രീലങ്കയോ ഒരു പാകിസ്ഥാനോ ആകാൻ പോകുന്നില്ല. കാരണം ഫിനാൻസിങ് പാറ്റേൺ ഓഫ് ദ ഡെഫിസിറ്റ് ലെവൽ മാത്രമല്ല, 3% ലെവൽ മാത്രമല്ല, ഹൗ യു ഫിനാൻസ് ദ ഡെഫിസിറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് ഇൻറ്റേർണൽ ആണ്. സോ അതൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണക്കാണ്. പിന്നെ സർ പറഞ്ഞ പോലെ ഇഫ് യു ഗ്രോ ഔട്ട് ഓഫ് ഇറ്റ് ദറ്റ് ഈസ് ഗുഡ്. കാരണം റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമിയും പരിശോധിക്കുമ്പോൾ ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമി ആ ജി ഫാക്ടർ ഈ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കടമെടുത്ത കോസ്റ്റ് ഓഫ് ക്രെഡിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ വി ആർ ഗ്രോയിങ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഓൺ ദറ്റ് think that the deficit is good in the times of crisis. ഓക്കെ, ഈ മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിലും അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ കേരളത്തിൻ്റെ ഒരു മാക്രോ എക്കണോമിക് ചിത്രം നോക്കുമ്പം നമുക്ക് വലിയൊരു സ്പേസ്, ഇപ്പോൾ പ്രത്യേകിച്ചും ഗ്ലോബൽ സാഹചര്യം നോക്കുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തെ എക്കണോമിക് സാഹചര്യം നോക്കുമ്പോഴും നമുക്കില്ല. അപ്പോൾ ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് പണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക്, പ്രത്യേകിച്ചും ഈ പറയുന്ന 1600 രൂപ വീതം കുടിശ്ശിക കൊടുക്കാനുള്ളതൊക്കെ തീർത്ത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ചില പെൻഷൻ പ്രായം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടിയന്തിരമായിട്ട് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓൾറെഡി പെൻഷൻ പ്രായം 2013 കൂട്ടി. അതുപോലുള്ള നീക്കങ്ങളിലേക്ക് പോകണം. ഈവൻ ലീവ് സറണ്ടർ ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലുണ്ടോ എന്നത്. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ അജണ്ടയിലെടുത്ത് ചർച്ച ചെയ്തിട്ടില്ല. എന്നാലും കുറച്ച് വിശദീകരിച്ച് പറയാം. അത് ഇല്ല, സോ മേ ഐ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഫിസിക്കലി ഡിസിപ്ലിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓസ്റ്ററിറ്റി പാത്തിലൂടെ യൂറോപ്യൻ യൂണിയൻ സംഭവിച്ചത് അതല്ലേ. അവർക്ക് മാസ്റ്റർ ട്രീറ്റി ഉണ്ട്, 3% ഡെഫിസിറ്റിലേക്ക് എത്തണം. അവർ ഓസ്റ്ററിറ്റി മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. സാലറീസ് കൊടുക്കുന്നില്ല, പെൻഷൻ സ്റ്റാഗർ സാലറി കൊടുക്കരുതെന്നല്ല, പെൻഷൻ പ്രായം, ആക്ച്വലി സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ തൊട്ട് കളിച്ചുകൊണ്ടുള്ള ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ വേണമെന്നുള്ളത് കേരള ജനത പറയണം. ഞങ്ങൾ ടാക്സ് കൂട്ടാം, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഡെറ്റ് ഓൺ ചെയ്യാം, പക്ഷേ ഓസ്റ്ററിറ്റി രീതിയിൽ നമുക്കൊരു ഫിസിക്കൽ ഡിസിപ്ലിൻ വേണ്ടയോ, ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസിനെ പ്രീതിപ്പെടുത്താൻ ഒരു ഓസ്റ്ററിറ്റി മോഡിലൂടെ ഉള്ള ഒരു ഇത് വേണോ, അതോ ഡെറ്റ് ടു എ സർട്ടൻ ലിമിറ്റ് ഇറ്റ്സ് ഓക്കെ ഫോർ അസ് ബിക്കോസ് വി ആർ ഗ്രോയിങ് എന്നുള്ളത് കേരള ജനത തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ, ഈ കഴിഞ്ഞ ബജറ്റിന് ശേഷം നമ്മുടെ ഫിനാൻസസിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഒരു പ്ലാൻ ബിയെ കുറിച്ച് മിനിസ്റ്റർ പറഞ്ഞു. അത് വലിയ തർക്കം ഇതൊക്കെയായി. വലിയ ദർ ഈസ് നോ പ്ലാൻ ഈസ് ബെസ്റ്റ് പ്ലാൻ എന്നൊക്കെ ഒരു പത്രം, നോ പ്ലാൻ ഈസ് ബെസ്റ്റ് പ്ലാൻ എന്നൊക്കെ ഒരു ഹെഡ്ലൈനൊക്കെ വന്നു. അപ്പം ഇവിടെ ഈ പ്ലാൻ ബി എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റൈസേഷൻ ആണെന്നും അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ആണ്. ഞാനത് റിപ്പീറ്റ് ചെയ്ത് അതേ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, ഈ നമ്മൾ ഏത് തരത്തിലുള്ള പ്രൈവറ്റൈസേഷനിലേക്കോ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള റിസോഴ്സ് മൊബിലൈസേഷനോ പോകണമെങ്കിൽ, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് നമ്മുടെ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റി, ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് സോളിഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഈ പ്രൈവറ്റൈസേഷൻ എന്ന നിലയിൽ നമ്മൾ എല്ലാ പൊതുമേഖലയും അങ്ങ് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന നിലയിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് വേണ്ട. പ്രൈവറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ധാരാളം മൂലധനം മുടക്കാൻ പറ്റുന്ന പല മേഖലയിലുള്ള ആളുകളുണ്ട്. അവരെ കൊണ്ടൊന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. നേരത്തെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനകത്ത് തന്നെ ഒരു ഭാഗം അവർ തയ്യാറാക്കുമ്പോൾ
ഇന്ന പൊതുമേഖല വിൽക്കാം, 1 ലക്ഷം കോടി 2 ലക്ഷം കോടിയുടെ വിൽക്കാം എന്ന നിലയിലൊരു പ്ലാൻ തയ്യാറാക്കുന്നതാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഈ അടുത്ത കാലത്ത് ഗ്ലോബലൈസേഷൻ പീരീഡിൽ വന്നിട്ടുള്ളൊരു ധാരണ. പക്ഷേ സ്വകാര്യ മൂലധന നിക്ഷേപം നന്നായി വരാൻ പറ്റുന്ന വ്യവസായങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്, നേരത്തെ ഉണ്ട്, പുതിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കൺഫ്യൂഷൻ വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ബജറ്റ് സ്പീച്ച് അവസാനിപ്പിക്കുന്ന ആ ഭാഗത്ത് പറഞ്ഞു 1957-ലും 67-ലും മാവൂർ ഗോളിയോർ റയൻസും അതുപോലെ തോഷിബ ആനന്ദ്, ജപ്പാൻ കമ്പനിയാണ് തോഷിബ ആനന്ദും, ഇപ്പോൾ പോലും നമുക്ക് പരിചയം വേണ്ടത്ര ഇല്ലാത്ത ഓയിൽ പാം, എണ്ണപ്പന കൃഷിയും ഒക്കെ തുടങ്ങിയത് അന്നേ തുടങ്ങിയൊരു പാരമ്പര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു വിവാദം വരണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ മൂലധനം വന്നാൽ നമുക്ക് ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അല്ലെങ്കിൽ 10,000 കോടി രൂപ നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സാധാരണ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ടെക്നോ പാർക്കിൽ റീസെൻ്റായിട്ട് വന്ന ഒരു ബിൽഡിംഗ്, സിംഗിൾ ബിൽഡിംഗ് 15 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇന്നലെ IBSൻ്റെ ഒരു ബിൽഡിംഗ് ഞാൻ 2 ദിവസം മുമ്പ് പിന്നെ ഇവിടെ ഉദ്ഘാടനം, കേരളത്തിൽ തന്നെയുള്ള വ്യവസായമാണല്ലോ, 4 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ വന്നാൽ ഏറ്റവും നല്ല കമ്പനികൾ, പുറത്തുള്ള കമ്പനികൾ, നമുക്ക് നല്ല മാൻ പവർ ഉണ്ട്. അലയൻസ് ബജാജ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അലയൻസിൻ്റെ ഒറിജിനൽ അലയൻസ് തന്നെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മറ്റ് കമ്പനികൾ വരുന്നു. ഇതിനൊക്കെ ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, നല്ല അന്തരീക്ഷമുണ്ട്, നല്ല എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ വരും. കാരണം നമുക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ ആളുകളുടെ പൊതുവിലുള്ള ഈ രംഗത്തെ കഴിവിനെ പറ്റി ആൾക്കറിയാം. സമാധാനത്തോടുകൂടി ഇറങ്ങി നടക്കാൻ പറ്റുന്ന, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തു പറഞ്ഞാലും കേരളത്തിന് ആ ഒരു പോസിറ്റീവായ കാര്യമുണ്ട്. നമ്മൾ വലിയ വിമർശകരും നല്ലപോലെ കാര്യങ്ങളൊക്കെ പറയുന്നവരാണെങ്കിലും ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്ത് പോകുന്നതിനേക്കാൾ, ലോകത്ത് ഏതൊരു സ്ഥലത്ത് പോകുന്നതിനേക്കാളും ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു അഭിമാനബോധം കൊണ്ട് ഞാനങ്ങ് പറയുന്നതല്ല, അതൊരു സത്യമാണ്. നമുക്ക് കുറച്ചുകൂടി പോരായ്മയുണ്ട്, കറക്റ്റും ചെയ്യാം. ഈ സാധ്യതയെല്ലാം നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലോകത്തുനിന്ന് പല സ്ഥലത്തുനിന്നും ഇത്തരം മേഖലകളിലേക്കുള്ള മൂലധനം വരും. പ്രത്യേകിച്ചും ലോകം ഈ കോവിഡിന് ശേഷം ഒന്നുകൂടി ചെറുതായി. അതാണ് ഏറ്റവും വലിയ സാധ്യത. പലരും നാട്ടിലേക്ക് വന്ന് ജോലി ചെയ്യാൻ, വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ, വിദേശത്ത് ജോലി ചെയ്ത ആളുകൾക്ക് അന്നൊരു കാര്യമുണ്ട്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെയുള്ള ആളുകൾ എങ്ങനെയും വിമാനം കിട്ടിയെങ്കിൽ വരണമെന്ന് ആഗ്രഹിച്ചു. ചികിത്സയൊക്കെ വേണമെങ്കിൽ കോവിഡൊക്കെ ആയപ്പോൾ ഇവിടെ വരുന്നതാണ് നല്ലതെന്ന് അവർക്ക് മനസ്സിലായൊരു ഘട്ടമാണ്. ഇവിടെ വന്നപ്പോൾ ജോലി ചെയ്യാനാണെങ്കിൽ ഈ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഓൺലൈൻ, എല്ലാ മേഖലയിലും ഓൺലൈൻ്റെ വ്യാപനം വന്നു. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ പ്രൈവറ്റ് സെക്ടർ പിന്നെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എത്ര വലിയ പ്രൊജക്റ്റുകളാണ് വരുന്നത്, വലിയ പ്രൊജക്റ്റുകൾ, ഗ്രീൻ ഹൈഡ്രജൻ്റെയും എത്തനോളും, അങ്ങനെ ധാരാളം പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ പോസിറ്റീവാണ്, ഈ കാര്യങ്ങൾ ചെയ്യും, ഇത് നേരത്തെ നമ്മൾ ചെയ്യുന്നതാണ്, ആ കാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ മൂലധനം വരും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏത് സമയത്തും ഗവൺമെൻറ് അങ്ങനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ഈ യങ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെൻറ്റേഴ്സ്, സ്റ്റാർട്ടപ്പ്, 5000 സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ഇന്ത്യയിലെ 1ാം സ്ഥാനം, ലോക റാങ്കിങ്ങിൽ തന്നെ വലുതും കിട്ടുന്നു. കുറേ വർഷം മുമ്പ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെപ്പറ്റി നമ്മുടെ ചെറുപ്പക്കാർ, കോളേജിൽ പഠിക്കുന്നവർ, വിദ്യാർത്ഥികൾ ചിന്തിക്കില്ല. കാരണം അതൊരു ബിസിനസ് അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഒന്നാമതിൻ്റെ റിസ്ക് എടുക്കാൻ വയ്യ, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാൽ. ഇപ്പം അങ്ങനല്ല, അത്തരം ആശയങ്ങൾ നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്കാണ് പുതിയ ആശയങ്ങൾ വരുന്നത്. നേരത്തെ ഒരു മാൻഹോളി വീണ ഒരാൾ മരിച്ചപ്പോഴാണല്ലോ ഒരു ചലഞ്ച് കൊടുത്തത്. ആ കമ്പനി അവരിപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ടപ്പായി നമ്മുടെ ടെക്നോ പാർക്കിലാണ്. ഈ മാൻഹോളിൻ്റെ ഒരു ചലഞ്ച് കൊടുത്ത വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ച്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ സ്റ്റാർട്ടപ്പിൽ നമ്മൾ ടോപ്പ് പെർഫോമർ കാറ്റഗറിയിലേക്ക് വന്നു, അത് ശരിയാണ് മിനിസ്റ്റർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കൺസംഷൻ എക്കണോമി ആയിട്ടാണ് എല്ലാ കാലത്തും അറിയപ്പെട്ടിരുന്നത്. ഈ കഴിഞ്ഞ ബജറ്റിലാണ് ആദ്യമായിട്ട് അതിൻ്റെ അകത്തുനിന്ന്, പ്രത്യേകിച്ചും മാനുഫാക്ചറിങ് സൈഡിലുണ്ടായിട്ടുള്ള പിന്നെ ഒരു വളർച്ചയുടെ ബേസിസിൽ നമ്മൾ സ്ലോലി ഈ കൺസംഷൻ ഡ്രിവൺ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള മാത്രം ഉള്ള ഒരു എക്കണോമിക് സൈക്കിളിന് സർവീസിൽ നിന്നുള്ള ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് അല്പമൊക്കെ, അതിന് പ്രധാനമായിട്ട് ചെറിയ ചില ഏരിയാസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡെൻ്റൽ ഇംപ്ലാൻസ് പോലുള്ള ചെറിയ ഏരിയാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സ്കോപ്പ്, ഇതൊരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് ഈ ഭാഗത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? അത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കണം. ഒരു ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടൊരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ഒരു ഗ്രോത്ത് പ്രോസസ്സ് ആണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അത് കിഫ്ബി ഗ്രീൻ ബോണ്ട്സ്, സെൻട്രൽ ഗവൺമെൻറ് ഗ്രീൻ ബോണ്ട്സ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ബാങ്ക് അതിൻ്റെ ഒരു ഫിനാൻസിങ് പാറ്റേൺ ഓഫ് ഡെഫിസിറ്റിൽ ഒരു ഭാഗം തിമാറ്റിക് ആയിട്ട് അത് ഗ്രീൻ ബോണ്ട്സ് എന്ന് ഡിക്ലെയർ ചെയ്യും. അത് ഗ്രീൻ പ്രോജക്ട്സിന് പോകും. അതിന് വളരെയധികം സാധ്യത
നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നാഷണൽ അഡാപ്റ്റേഷൻ കമ്മ്യൂണിക്കേഷൻ പോലെ നമ്മുടെ അഡാപ്റ്റേഷൻ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അങ്ങനെ ഒരു ക്ലൈമറ്റ് റെസിലിയൻറ്റ് പ്രോസസ്സിൽ ഗ്രീൻ ബോൺസ് അല്ലെങ്കിൽ ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് അധിഷ്ഠിതമായിട്ട് വരികയാണെങ്കിൽ ദർ ഈസ് സ്കോപ്പ്. ഈ ഇൻ്റർനെറ്റ് ബേസിക് റൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിക്കുക, അതുപോലെ ഈ കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ചും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുള്ള വലിയ പ്രാധാന്യം മാത്രമല്ല, ഇതിൻ്റെ ട്വിന്നിങ് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, വിദ്യാഭ്യാസ ബന്ധം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ തരത്തിലൊക്കെ നമ്മുടെ ഡയറക്ഷൻ വളരെ കറക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കിപ്പോഴും ബ്രെയിൻ ഡ്രെയിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ പുറത്തേക്ക് പോയി പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ ഉണ്ട്? എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ്, ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറോൾമെൻറ്റ് റേറ്റ്, മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ എൻറോൾമെൻറ്റ് റേറ്റ് ഹൈ ആണ്, ക്വാണ്ടിറ്റി ഹൈ ആണ്, പക്ഷേ ക്വാളിറ്റി ആൻഡ് ഒരു ഓപ്പൺനെസ് ഇൻ ദ എഡ്യൂക്കേഷൻ പോളിസി അത് ബജറ്റിന് അതീതമാണ്. അതൊരു പോളിസി ക്വസ്റ്റ്യൻ ആണ്. അത് പോളിസി ക്വസ്റ്റ്യൻ ആദ്യം എടുക്കുക, പിന്നെ അതിന് വേണ്ട ഒരു ബജറ്റ് ട്രാൻസ്ലേഷൻ വരിക. സോ ഹൂ വിൽ ബി ദറ്റ് ചാമ്പ്യൻ ടു ടേക്ക് ദറ്റ് എഡ്യൂക്കേഷൻ പോളിസി ക്വസ്റ്റ്യൻ? അതിന് ഇത് ബജറ്റിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ അല്ല. നമ്മുടെ സമയം തീരുന്നു. ക്വസ്റ്റ്യൻ ഇനി ചോദ്യോത്തരവേളയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടുപേരോടും. ഈ ഖജനാവ് തർക്കരഹിതമാവണമെങ്കിൽ സ്വാഭാവികമായും ഇതിൽ നിന്ന് അല്പമൊക്കെ രാഷ്ട്രീയം മാറ്റിവെക്കുകയും പരിപൂർണമായി സാമ്പത്തികമായ സൊല്യൂഷൻസ് കണ്ടെത്തുകയുമാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമായി സാധ്യമാണോ ശ്രീ ബാലഗോപാൽ? അത് തർക്കം ഉണ്ടാക്കുന്നവർ വിചാരിച്ചാലേ നമുക്കത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ ഇപ്പോൾ ആദ്യമേ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയായ BJP ഗവൺമെൻറ്റിന് അവർക്ക് വ്യത്യസ്തം ഇത് പറയാൻ പറ്റില്ല, അവരുടെ പോളിസിക്കെതിരെയാണ്. നേരത്തെ എതിർത്തിരുന്ന പല സ്റ്റേറ്റുകളും ഇപ്പോൾ ഇതേ കാര്യം അംഗീകരിക്കുന്നു. ഇപ്പോൾ കർണാടക ചീഫ് അങ്ങനെ വന്നത് അതൊരു വ്യത്യാസമാണ്. ഈ കാര്യമുണ്ട്, യെസ്, റിയലി ദർ ഇസ് എ ഫാക്ട്. ഇങ്ങനൊരു ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഫിസിക്കൽ ഫെഡറലിസം ബാധിക്കുന്നു, സ്റ്റേറ്റുകളെ ബാധിക്കുന്നു എന്നൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ തെലങ്കാന ബജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അവർ വോട്ട് ഓൺ അക്കൗണ്ടാണ്. അതിന് കാരണം അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് സെൻട്രൽ ട്രാൻസ്ഫേഴ്സിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടാതെ ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ ഇലക്ഷന് ശേഷമാണ്, മീൻസ് ഒരു വർഷം പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഈ പ്രഷർ വരുന്നുണ്ട് സെൻട്രലിൻ്റെ ഒരു, അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ കാരണം. അങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ ശരിക്കും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അത് വെറുതെ പറയുന്നതല്ല, അതൊരു ഫീലിംഗ് അല്ല, യഥാർത്ഥത്തിൽ ഈ കണക്കെടുത്തിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ബോധം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ തന്നെ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെ ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാനായിട്ട് എന്തായാലും തയ്യാറായി. ഇതൊരു ചർച്ചയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിനെ സംബന്ധിച്ച് നമുക്ക് പൊതുക്കാര്യത്തിനകത്ത് യോജിക്കണം. രാഷ്ട്രീയ വ്യത്യാസമുണ്ട്, പോളിസിയുടെ കാര്യത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അല്ലെ എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടി ആവില്ലേ. പക്ഷേ പൊതുവിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്ന നിലയിൽ, സ്റ്റേറ്റുകളുടെ താല്പര്യം എന്ന നിലയിൽ ഉണ്ടാവുന്നത് ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യാൻ ഏതെങ്കിലും കുറച്ച് സ്ഥലത്തേക്ക് മാത്രമല്ല പോകേണ്ടത്. പൊതുവിൽ ഇന്ത്യയിലെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും വേണ്ട പരിഗണന കിട്ടണം. ആ തരത്തിൽ ഒരു യോജിപ്പ് ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാക്കാൻ കുറച്ചുകൂടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ചോദ്യം കൂടെ, ഒരു 10 വർഷം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ് അതിനു മുമ്പുള്ള 10 വർഷത്തെ വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഓക്കെ, തെലങ്കാനയെ പറ്റി ഒരു ക്വിക്ക് പോയിന്റ് പറയാം. തെലങ്കാന സ്മാർട്ടായിട്ട് മൂവ് ചെയ്തത്, നമ്മൾ കിഫ്ബി ഇന്നോവേറ്റ് ചെയ്തതുപോലെ അവർ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത് ഡെറ്റ് മെച്യൂരിറ്റി സ്ട്രക്ചറിൽ ലോങ് ടേം ആക്കി. ഇപ്പം RBIയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 2063 14% ഡെറ്റ് തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷേ ആ ടേബിളിൽ തെലങ്കാനയുടെ കണക്ക് 39.6, 40% അവർ ഡെറ്റ് റീഫിനാൻസിങ് റിസ്ക് 2063 വരുന്നുള്ളൂ. സോ ഡെറ്റ് മെച്യൂരിറ്റി അത് ഇലോങ്കേറ്റ് ചെയ്തു. ആ രീതിയിലാണ് തെലങ്കാന, ബിക്കോസ് ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേറ്റ്, അവർക്ക് റോബസ്റ്റ് ഗ്രോത്ത് വേണം, ഫിസിക്കൽ റൂൾസ് അവരെ ബാധിക്കുന്നു, അപ്പോൾ അവർ ഇന്നോവേറ്റ് ചെയ്തു. ഇത് ബൈപാർട്ടീസൺ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് എന്നുള്ളത്. ഇത് ബൈപാർട്ടിസൺ തീരുമാനമാണ്. എടുക്കുന്ന ഫോർമുലയിലും അതിലെ ഡിറ്റർമിനൻസും കൊടുക്കുന്ന വെയിറ്റേജിലും ഇക്വിറ്റിയും എഫിഷ്യൻസിയും ഒരുപോലെ കൺസിഡർ ചെയ്യുക. ഇക്വിറ്റി ആണെങ്കിൽ ഓഫ് കോഴ്സ് ബീഹാർ, ഉത്തർപ്രദേശ്, ബിക്കോസ് സ്മോൾ പുവർ സ്റ്റേറ്റ്സ് ഹാവ് ടു ക്യാച്ച് അപ്പ് വിത്ത് ദ റിച്ച് സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ
പോപ്പുലേഷനും ഇൻകത്തിനും ഒക്കെ പ്രാധാന്യം പോകും. പക്ഷേ എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്ത് വളരുന്ന സംസ്ഥാനങ്ങളെയും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത സംസ്ഥാനങ്ങളെയുമാണ് 16th ഫിനാൻസ് കമ്മീഷൻ മുൻകരുതൽ എടുക്കണമെങ്കിൽ അതിലൊരു ബാലൻസ് വേണം, ഇക്വിറ്റി വേഴ്സസ് എഫിഷ്യൻസി. അതൊരു കറക്റ്റ് നോട്ടിൽ നമുക്ക് bipartisan നിർത്താവുന്നതാണ്. ആണ്. ശരി, ഈ Bipartisan. പറയുന്ന ട്രാൻസ്ഫേഴ്സിലൊക്കെ ഒരു ബാലൻസ്, അതായത് ഏറ്റവും താഴ്ന്ന സംസ്ഥാനങ്ങളും ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഇടയിലും മധ്യത്തിലായിരിക്കണം ഈ ഫോർമുലാസ് എന്ന് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ്. സർ, ഇത് ഒരു റിക്വസ്റ്റാണ്, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ. അവസരം കിട്ടിയപ്പോൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദയവായി പ്രേക്ഷകരെ എന്നോട് ക്ഷമിക്കണം. വേറൊന്നുമല്ല സാർ, ഒരു 10,000 പേരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ 10,000-ൽ പരം പെൻഷനേഴ്സ് സ്ട്രൈക്കിലാണ്. 100 ദിവസമാകാൻ പോവുകയാണ് ഈ ബുധനാഴ്ച. 14th 100th ഡേ ആകുകയാണ്. അതിനകത്ത് തർക്കങ്ങൾക്കപ്പുറമാണ് നമ്മുടെ ഖജനാവ്. ഞങ്ങളുടെ വിഷയത്തിൽ ഒരു തർക്കമില്ല ഖജനാവിൽ. കാരണം വാട്ടർ അതോറിറ്റി തന്നെ സ്വയം സംഭരിക്കുന്ന ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചോദ്യങ്ങളല്ല സർ, എത്രയും വേഗം അത് അനുവദിച്ച് തരണം, ഒരു റിക്വസ്റ്റാണ്. ബാലഗോപാല സാറിനോടാണ് ചോദ്യം. സാർ, ഈ നമുക്കിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കുറേ അധികം ഫണ്ടുകൾ കിട്ടാനുണ്ട്. അതിൽ പക്ഷേ ഈയിടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, UGC നമുക്ക് തരേണ്ട പൈസ തന്നില്ല. പക്ഷേ അത് തരാതിരുന്നതിൻ്റെ കാരണം ടൈംലി ആയി നമ്മൾ റിപ്പോർട്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ് അത് തരാതിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. അപ്പം വളരെ വർഷത്തെ കണക്കുകൾ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഉച്ചഭക്ഷണ പരിപാടിയുടെ സെൻട്രൽ വിഹിതം സമയത്ത് തരാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ, അതെങ്കിൽ നമ്മുടെ ടോപ്പ് ലെവൽ ഫിനാൻസ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു സ്ലാക്നെസ് ഉണ്ടാകുന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ, അതോ അവർ വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്നതാണ്? കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും സമയം എത്ര ഉണ്ട്? ഈ UGCയുടെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെക്ക് ചെയ്തു. ഞങ്ങളുടെ ഇവിടുത്തെ ഇതനുസരിച്ചിട്ട് അവർ പറഞ്ഞത്, ഞാൻ 2023 22 മാർച്ചിലാണെന്ന് തോന്നുന്നു, മാർച്ചിന് മുമ്പ് തന്നെ നമ്മുടെ ഇവിടുന്ന് പേപ്പേഴ്സ് എല്ലാം അയച്ചു കൊടുത്തു. ഇവർ പറഞ്ഞതെല്ലാം അയച്ചു കൊടുത്തു. അതുകൂടാതെ നമ്മുടെ ഈ ഡയറക്ടർ, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ നേരിട്ട് പോയി, ഇതിന് കിട്ടിയില്ല എന്ന് വരരുതെന്നുള്ളതുകൊണ്ട് അവർ നേരിട്ട് പോയി ഈ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്തത്. ആ സമയത്തൊന്നും ഇത് പറഞ്ഞില്ല. ഇപ്പോൾ ഈ കേസും തർക്കങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല. പക്ഷേ UGC പൊതുവെ പല സ്റ്റേറ്റിനും അവർ കൊടുക്കാറുണ്ട്. ഈ കമ്മിറ്റി ചെയ്തത് UGC പല സ്റ്റേറ്റിനും കൊടുക്കാറുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് മനസ്സിലായല്ലോ. ഇപ്രാവശ്യം 2/3 ഓഫ് ദ UGC അലോക്കേഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ദിസ് ബഡ്ജറ്റ്. അങ്ങനെയാണ് UGCയുടെ ഫണ്ട്സ് കാര്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ബജറ്റിൽ വെട്ടി കുറച്ചിട്ടുണ്ട്. ഏതാ നോൺ മീൽ പ്രോഗ്രാമിന്, നോൺ മീൽ പ്രോഗ്രാമിൻ്റെയും ഇതുപോലെ പലതിലും ഇങ്ങനെ പറയും. നമ്മളിവിടുന്ന് കൊടുക്കുന്ന കണക്കുകൾ കൊടുത്തതെല്ലാം വരുന്നുണ്ടല്ലോ. നോൺ മീലിൻ്റെയും കുറേ പണം വന്നല്ലോ. ഇപ്പോൾ എല്ലാം ഘട്ടം ഘട്ടമായിട്ടേ വരുന്നുള്ളൂ. പലതും ഇങ്ങനെ പറയുകയാണ് കണക്ക് കൊടുക്കുന്നില്ല എന്ന്. കൂടുതലും ഔദ്യോഗിക തലത്തിലല്ല, കൂടുതലും കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് കൂടുതലും പറയുന്നത്. ഞാനത് ഇതുപോലെ രാഷ്ട്രീയം ഇവിടെ പറയാൻ പാടില്ല. അദ്ദേഹമാണ്, അല്ലാതെ വേറെ അവിടുന്ന് ഔദ്യോഗികമായിട്ടുള്ള കത്തുകളും കാര്യങ്ങളും അല്ലേ വരണ്ടേ. അങ്ങനൊരു കാര്യമില്ല. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, അല്ലാതുള്ള കാര്യമില്ല. പിന്നെ മറ്റിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു സമരത്തിൻ്റെ അവരുടെ കാര്യം പറഞ്ഞു. അതൊക്കെ ആ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞത് അതൊക്കെ നോക്കി അവിടെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. എൻ്റെ ചോദ്യം, ഐ എം നോട്ട് എൻ ഇക്കോണമിസ്റ്റ്. എനിക്ക് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടും ഇല്ല. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് കേരളയുടെ സെൻറ്റർ ഇസ് സ്ക്വീസിങ് കേരള സം ലെവൽ ആൻഡ് യു ആർ ട്രൈങ് ടു ഓവർ മനസ്സിലാക്കി. പക്ഷേ ഇന്നാളത്തെ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ഞാൻ റേഡിയോ കൂടെ കേട്ടോണ്ടിരിക്കുവാൻ, ഐ വാസ് ഡൂയിങ് അതർ തിങ്സ് അറ്റ് ഹോം. ഞാൻ കേട്ടതിൽ 1-2 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ. ഒന്ന് അബൌട്ട് ദിസ് ടൗൺഷിപ്പ് ഡെവലപ്മെൻറ്റ് നിയർ വിഴിഞ്ഞം, വിച്ച് വാസ് കൺസേണിങ് മീ ബിക്കോസ് ഇറ്റ് ഇസ് കോസ്റ്റൽ ഏരിയ ആൻഡ് ഓൾറെഡി നമ്മൾ അദാനിക്ക് കുറേ ലാൻഡ് എഴുതി കൊടുത്തു ആസ് പാർട്ട് ഓഫ് ദിസ് തിങ് ടു കം ആൻഡ് മേക്ക് ദ ഗ്രേറ്റ് പോർട്ട്, ഓഫ് വിച്ച് ഐ തിങ്ക് port itself is problematic, is my own view, but that's another thing. And the other thing you said is river mining. You said 200 crores to be raised from sand mining in rivers, and you said river health promote aim and floods reduce aim. Can you please explain both these things and the environmental cost of the kind of development you are projecting through your budget and through this current government's policies? ഈ വിഴിഞ്ഞത്തിൻ്റെ കോസ്റ്റൽ സൈഡിൽ തന്നെ, കോസ്റ്റൽ ആ ഏരിയ തന്നെ ഡെവലപ്പ് ചെയ്യണമെന്നല്ല ഉദ്ദേശം. അത് ആദ്യത്തെ കാര്യം.
ഒരു പോർട്ട് വന്നാലൊരു 50-100 കിലോമീറ്റേഴ്സിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ ബാക്കി ഡെവലപ്മെൻറ്റ്, അതിനകത്ത് ചില ഫാക്ടറീസ് വരാം, പിന്നെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടത് വരാം, ധാരാളം ഓഫീസസ് വരാം. അങ്ങനെയുള്ള ഒരു വലിയ ഏരിയ വരും. അവിടെ പറഞ്ഞ 2-3 മോഡലിലൊന്ന് ആളുകൾക്ക് അവരുടെ ലാൻഡ് നിർബന്ധിച്ച് എടുക്കുന്നതിന് പകരം അവരുമായി കൂടി ചേർന്ന് അവർക്ക് കൂടി ഒരു ലാൻഡ് പൂളിങ്, അവർക്ക് വിലയും കിട്ടും ആദ്യം, അതിനുശേഷം അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ്ങും കിട്ടുന്ന തരത്തിലൊക്കെ പല മോഡലുകളാണ്. ആ മോഡലുകൾ ഏതൊക്കെയെന്നുള്ളത് ഒരു കമ്മിറ്റി വെച്ച അടിയന്തരമായിട്ട് അതിൻ്റെ പ്രപ്പോസൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഴിഞ്ഞത്തേക്ക് എടുത്ത് അത്രയും സ്ഥലം പോലെയല്ല, ഇങ്ങോട്ട് വരുമ്പോൾ വിഴിഞ്ഞ ഒരു പോർട്ട് വന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിലൊന്നാവും വിഴിഞ്ഞം. 3 ലക്ഷം ടണ്ണ് ഉള്ള കപ്പലെടുക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഡെവലപ്മെൻറ്റ് വന്നില്ലെങ്കിൽ എന്തിനാണ് കപ്പൽ വരുന്നത്? സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനാണ്. ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയാൽ അങ്ങ് തിരുനെൽവേലി വരെ ഡെവലപ്മെൻറ്റിനുള്ള സ്കീം അവിടെ നടക്കുന്നുണ്ട്. ഇവിടാണ് പോർട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരമാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ തമിഴ്നാടിനും ഇതേപോലെ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ് ടു തിരുനെൽവേലി ദേ ആർ മേക്കിംഗ് സം ഡെവലപ്മെൻറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗത്ത് പുതുതായിട്ട് നമ്മളൊരു റിംഗ് റോഡ്സ്, ഒരു വലിയ ഹൈവേ, ഒരു 70 കിലോമീറ്ററുള്ള ഇവിടം തുടങ്ങി അങ്ങ് കിഴക്കൻ മേഖലയിൽ കൂടെ പോയി NH ആറ്റിങ്ങലിനപ്പുറത്ത് പാരിപ്പള്ളി ഭാഗത്ത് പോയി ഇറങ്ങുന്ന ഒരു റോഡ്, അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് കോറിഡോറായിട്ട് വരും. അതിൻ്റെ സൈഡിൽ ഡെവലപ്മെൻറ്റ് വരും. അത് വരുമ്പോൾ നമ്മുടെ സമയം നമുക്ക് കളയാനില്ല. വളരെ പെട്ടെന്ന് ഈ ഡെവലപ്മെൻറ്റ് വന്നാലേ സ്ഥാപനങ്ങൾ ഈ തുടങ്ങേണ്ടവരെ ഒക്കെ വരുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളോട് ചേർന്നാണ് ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. അതാണ് അവിടുത്തെ പറ്റി പറഞ്ഞത്. അതിനകത്ത് എൻവയോൺമെൻറ്റ് കൺസേൺ വളരെയേറെ ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ, റിവറിൽ നിന്ന് മണൽ വാരുന്ന പ്രശ്നം വന്നു. റിവറിൽ നിന്ന് മണൽ വാരുക എന്ന് പറഞ്ഞാൽ മണൽ വാരൽ നിർത്തിയ മറ്റു പല സംസ്ഥാനങ്ങളിലും മണൽ വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണൽ വാരി നിർത്തിയ ഒരു സംസ്ഥാനം ഇവിടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രളയമെല്ലാം വന്നപ്പോൾ ഉണ്ടായ സ്റ്റഡി, പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ശബരിമല തന്നെ പമ്പ ശബരിമലയുടെ തൊട്ട് താഴെയുള്ള പമ്പ, അവിടെ ഉൾപ്പെടെ തന്നെ മണ്ണ് കയറി നിറഞ്ഞുപോയി. താഴോട്ട് പമ്പാ നദിയും മറ്റു നദികളുമെല്ലാം ഫ്ലഡ് വന്നിട്ട് ആലുവ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വെള്ളം ഒഴുകാനുള്ള റൂം ഫോർ റിവർ എന്നൊരു കൺസെപ്റ്റ് ലോകത്തെല്ലാം ഉണ്ട്. ആ മണൽ കയറി നിറഞ്ഞു പോയത് മണ്ണ് മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ്. അതുപോലെ ഡാമുകളിൽ ഇതേപോലെ തന്നെ വന്നിട്ട് അടിഞ്ഞിട്ട് അതിനകത്തൊരു നല്ല പെർസെൻറ്റേജ് മണ്ണടഞ്ഞു പോയി. ഇവിടെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള അരുവിക്കരയിലൊക്കെ വെള്ളം ഒട്ടും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അങ്ങ് തൂർന്ന് നിറഞ്ഞു പോയിരിക്കുക. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് നിർത്തണമെങ്കിൽ തന്നെ വേണം. അല്ലാതെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്നതിൽ 200 കോടി 300 കോടി കിട്ടുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഇപ്പോൾ ഈ ആവശ്യത്തിന് ചിലവിനൊന്നും ആവില്ല. ഒരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷന് മാത്രം 900 കോടി വേണം. സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് മാത്രം നമ്മൾ 14,000 കോടി നമ്മൾ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യം കൂടി ചേർത്താൽ, അതല്ലാതെ എൻവയോൺമെൻറ്റിനെ ആകെ തകർക്കുന്ന തരത്തിലല്ല. എന്ന് മാത്രമല്ല, ഒരു ഹാപ്പി ന്യൂസ് കൂടെ പറയാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിലാണ് ഇപ്രാവശ്യം. വെരി ഗുഡ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്രയും കൺസേൺ ഉണ്ട് പിന്നെ ഈ ഗവൺമെൻറ് എന്നുള്ളതാണ്. ഈ 2 കാര്യം അതാണ് പറഞ്ഞത്. ഇനി അതർ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ ഈ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ, കുറച്ചൊക്കെ സാങ്കേതികമായി പോയി ഇടയ്ക്ക് എന്നുള്ളത് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അല്ല, ഈ എൻവയൺമെൻറ്റ് ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിന്തിച്ച കാര്യമായി. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒത്തിരി എഫക്റ്റ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റേറ്റാണ് കേരളം. സോ ഈ ക്ലൈമറ്റ് റെസിലിയൻറ്റ് ആക്കണം എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ബിക്കോസ് എത്രമാത്രം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു ചെറിയ സമയത്ത് തന്നെ ഫ്ലഡിൽ എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ലോസ് വരുന്നത്. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ അങ്ങ് പോവുക നമ്മുടെ കയ്യിൽ നിന്ന്. സോ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിനെ ഒരു ഇക്കണോമിക്കലി ഒരു ക്ലൈമറ്റ് റെസിലിയൻസ്, എന്തൊക്കെ ഫിനാൻഷ്യൽ പോളിസീസും എന്തൊക്കെ ബഡ്ജറ്റ് അലൊക്കേഷൻസും ചെയ്യണം? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഫോർ ദാറ്റ്? അതാ നമ്മൾ ആ കാര്യത്തിനകത്ത് ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം കുറച്ചുകൂടി കൺസേൺഡ് ആയി. എല്ലാ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിനകത്ത് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലൂടെ വെച്ചിട്ടാണ്. അതിന് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഈ കൺസ്ട്രക്ഷൻ്റെ രീതി എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ആ പോളിസി വേണം. വെള്ളം ഒഴുകി പോകുന്നതിനും അതിൻ്റെ സൈഡിൽ വെള്ളം കയറുന്നതിൻ്റെ ഒക്കെ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാഴ്ചപ്പാട് വെച്ചിട്ട് തന്നെയാണ് നമ്മളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2050 നമ്മൾ ഈ പറഞ്ഞ 0 എമിഷൻ സ്റ്റേറ്റ് ആവണം എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രാരംഭ സ്റ്റെപ്പാണ് നമ്മുടെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ്. അത് കുറച്ചുകൂടെ വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരാൻ പറ്റും. എന്ന് മാത്രമല്ല, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പുതിയൊരു സംവിധാനം കൂടി ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് സംബന്ധിച്ചുള്ള പുതിയ സാഹചര്യങ്ങൾ നമുക്കത് വളരെ കൺസേൺ ഉള്ളതാണ്. പ്രത്യേകിച്ചും കേരളം ഇത്രയും തീരദേശത്ത് കിടക്കുന്നൊരു സ്ഥലം എന്ന നിലയിൽ നമ്മൾ വളരെ കൺസേണോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇവിടെ നേരത്തെ ചോദിച്ച നദിയുടെ കാര്യവും ആ തരത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ
ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം വളരെ പെട്ടെന്ന് ഫ്ലഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉൾപ്രദേശം. ആ തരത്തിലേ കാണുന്നുള്ളൂ. അതിനപ്പുറം നമ്മൾ കൂടുതൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളയുന്ന തരത്തിലേക്ക് നമ്മൾ കാണുന്നതില്ല. ആ കാഴ്ചപ്പാട് വെച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ. ക്ലൈമറ്റ് റെസിലിയൻറ്റ് കേരള എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഏതായാലും ഈ സംവാദം പൂർത്തിയാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൻ്റെ മുമ്പിലുള്ള ഖജനാവ് തർക്കരഹിതമാവണമെങ്കിൽ അതിനുള്ള പാത വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്നതാണ്. ഏതായാലും ഈ സംവാദത്തിൽ ഇത്ര നേരം ക്ഷമയോടുകൂടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. മിനിസ്റ്റർ ഡോക്ടർ ലേഖ ചക്രവർത്തി.